നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുക്, കുറച്ച് പെരിഞ്ജീരകം മുഴുവനോടെ അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ചെയ്യണമെന്നില്ല. പെരിഞ്ജീരക പൊടി ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില, പിന്നെ സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത്, ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു വെള്ളം ഇറങ്ങി ഒരു ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ കുറച്ച് ഉപ്പും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഒരു 7-8 ചെറിയ ഉള്ളി, ഇത്രയും കുറച്ച് മതി. ഇത്രയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ലിവർ ഇട്ട് കൊടുക്കണം. അത് അടച്ചു വെച്ച് വെള്ളം ഊർന്നു വരുമ്പോൾ വെള്ളം കുറവെന്ന് തോന്നിയാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം വേകാൻ ആവശ്യത്തിന്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ അതിലിട്ട് വരട്ടി നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ വെള്ളയപ്പമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇതുവരെ ഇട്ടിട്ടില്ല. അത് വേണമെന്നുള്ളവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.